നിർത്തിക്കേ. ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ, ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. ആ ബോസിന്റെ ആൾക്കാർ എന്നെ തേടി വീട്ടിൽ വന്നിരുന്നു. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചതിനാൽ അവസാനം വാണിംഗ് എന്ന നിലയിൽ ഒരു ദിവസം സമയം കൂടി തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ നിർബന്ധമായും കണ്ടേ തീരും. നിങ്ങൾ എവിടെയുണ്ടാവും? ഞങ്ങള് വീട്ടിലുണ്ടാവും. ഓ ഓക്കെ. ഈ ഡമ്മി വിഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ ബോസും കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാകവചം. ഇനി നിങ്ങൾ ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ ഈ വിഗ്രഹം നിങ്ങൾക്കൊരു സഹായമാകും. ബോസിനല്ലാതെ ഒറിജിനൽ വിഗ്രഹം മനസ്സിലാക്കാനുള്ള കഴിവ് ആ കൂട്ടത്തിൽ ആർക്കുമില്ല. ഉടനെ തന്നെ നിങ്ങൾ ഭൂപതിയെ പോയി കാണണം. ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. सारे तेरा दिमाग खराब है क्या? कहाँ है विक्रम? किधर चुप के रखा तू? तुम्हारा नाटक पुलिस के साथ चलेगा, लेकिन मेरे साथ नहीं. ബോസിനെ അനുസരിക്കുന്നതാണ് നല്ലത്. വിക്രം എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകില്ല. मेरे बात सुनो, अगर तुम मेरा माल हवाला नहीं किया तो तेरा जिंदा मैं नहीं छोड़ूंगा. എന്നെ ഒന്നും ചെയ്യരുത് സാർ. 3 ചെറുപ്പക്കാരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാം. ഞാൻ അവരെ പിന്തുടർന്ന് പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കുറച്ച് സമയം കൂടി തന്ന ഞാൻ വിഗ്രഹം എങ്ങനെയെങ്കിലും नहीं, तुम्हारा टाइम खत्म हो गया. जाके वो मामूली बच्चे लोगों को लेके आओ. സാർ, അവരെയും പിടിച്ചുകൊണ്ട് ബോസിന്റെ ആൾക്കാർ എങ്ങോട്ട് പോയി? ഞാൻ എന്ത് ചെയ്യണം? വിഗ്രഹം എന്റെ കയ്യില. സമയം കളയരുത്. എത്രയും പെട്ടെന്ന് അവർ നിർദ്ദേശിച്ച സ്ഥലത്ത് നീ എത്തണം. അല്ലാത്ത പക്ഷം അവർക്ക് ആപത്താണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തു. വേഗം അവരെടുത്തോട്ട് ചെല്ല്. ഓക്കെ സാർ, ശരി. किधर है विक्रम? पूछ लो से. എവിടേക്കടാ ആ നായിന്റെ മോൻ വിഗ്രഹമായിട്ട് ഓടിയത്? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ കൊന്നുകളയും. അവരൊന്നും ചെയ്യണ്ട. വിഗ്രഹം എന്തേ എന്റെ കയ്യിലുണ്ട്. Come on. पकड़ो. उसको पकड़ा. Catch him. സദാനന്ദ ഭൂപതി, സാറിന്റെ പേരെന്താ? SI പ്രേംലാൽ. ഇതങ്ങോട്ട് മേടിച്ചോളൂ. ഒരു സെക്കൻഡ്. ദൈവമേ, ശരി തന്നോളൂ. വിഗ്രഹം ഞാനങ്ങ് തന്നായിരുന്നു. ഞാൻ എടുത്തില്ല, തന്നു. എനിക്കെന്തിനാ വിഗ്രഹം? ഞാൻ തന്നു. പോണ വിഗ്രഹം.